നമസ്കാരം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗലയുടെ ഇന്നത്തെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുമിച്ച് ചേരുമ്പോൾ വേദനകളെ നാം മറക്കുന്നു, ഒറ്റപ്പെടുമ്പോൾ ഓർമ്മകൾ നമ്മളെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കുക, എന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുക. ഞാനും നിങ്ങളും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് പോവാം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗലയുടെ ഫസ്റ്റ് സെഗ്മെന്റ് ഫേസ് ടു ഫേസ്. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫേസ് ടു ഫേസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് കാലങ്ങളായി നമ്മൾ പത്രത്തിൽ വായിക്കുന്നൊരു വാർത്തയുണ്ട്. മലയോര മേഖലയിൽ പുലി ഇറങ്ങി ആടിനെയും പശുവിനെയും പിടിച്ചുകൊണ്ട് പോകുന്നു, മനുഷ്യരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ. പുലി മനുഷ്യനെ പിടിച്ചാൽ അതിന് കേസില്ല, പക്ഷെ മനുഷ്യൻ പുലിയെ പിടിച്ചാൽ അത് ഭയങ്കര കേസാണ്. പുലിയെന്ന് പോട്ടെ, പട്ടിയെ പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുഷ്യരുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഈ പുലിയെ പിടിക്കാനായിട്ട് വേട്ടക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വേട്ടക്കാരനെ മൃഗ എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. മമ്മൂക്കയാണ് വാറുണ്ണി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് വാറുണ്ണിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം വാറുണ്ണിയെ. നമസ്കാരം വാറുണ്ണി. നമസ്കാരം. ഞങ്ങളൊക്കെ ഭയങ്കര ഫാനാ. വാറുണ്ണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? അതിന് ഞാൻ വാറുണ്ണിയല്ല, വാറുണ്ണിയുടെ മകനാ. മകനാണോ? എന്താ പേര്? മണ്ണുണ്ണി. അയ്യോ, കണ്ട വാറുണ്ണിയെ പോലെ തന്നെയുണ്ട്. മണ്ണുണ്ണി ഞാൻ തോന്നുകയില്ല. അച്ഛൻ എന്താ വരാഞ്ഞത്? അച്ഛൻ 2 കൊല്ലം മുമ്പ് മരിച്ചു. ഈ കത്ത് ഇന്നലെ അച്ഛൻ തന്നു വിട്ടതാ. അല്ല, 2 കൊല്ലം മുമ്പ് മരിച്ച അച്ഛൻ എങ്ങനെ ഇന്നലെ കത്ത് തന്നു വിടുന്നത്? മരിച്ചത് എൻ്റെ അച്ഛനാ, കത്ത് തന്നു വിട്ടത് പള്ളി അച്ഛനാ. ഓ, കത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ വരുന്ന മണ്ണുണ്ണി നല്ലൊരു പുലിവേട്ടക്കാരനാണ്. നിങ്ങളുടെ നാട്ടിലിറങ്ങിയ പുലിയെ ഇയാൾ വെടിവെച്ച് കൊന്നുകൊള്ളും എന്ന് അച്ഛൻ പുലിമൂട്ടിൽ പത്രോസ്. ഈ വാറുണ്ണിയുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ, മണ്ണുണ്ണിയുടെ കൂടെ പട്ടിയുണ്ടോ? ഉണ്ടായിരുന്നു. പുഴ നീന്തിയപ്പോൾ വെള്ളത്തിൽ പൊങ്ങി ചത്തുപോയി. അയ്യോ, അതെന്ത് പറ്റി? അതിന് നീന്താൻ അറിയത്തില്ലായിരുന്നു. മണ്ണുണ്ണിക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? അതിന് എനിക്ക് തന്നെ നീന്താൻ അറിയത്തില്ല. ഞാൻ തപാൽ മാർഗമാണ് നീന്തൽ പഠിച്ചത്. കരയെ കിടന്ന് നീന്താൻ അറിയത്തുള്ളൂ. വെള്ളത്തിൽ മുങ്ങി ചാവാതെ ഒരു കണക്കിലാണ് ഞാൻ തന്നെ രക്ഷപ്പെട്ടത്. അല്ല, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ എന്തിനാ ഈ നീന്തി വരുന്നത്? തൊട്ടപ്പുറത്തെ പാലം ഉണ്ടല്ലോ, അതിൽ കൂടെ നടന്നു വന്നാൽ പോരെ? ഞങ്ങൾ വേട്ടക്കാരങ്ങനെയാ, പാലം ഉണ്ടെങ്കിലും പുഴ നീന്തിയേ വരത്തുള്ളൂ. അല്ല ചിലപ്പോൾ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലോ. അങ്ങനെ. അല്ല, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് അച്ഛൻ മരിച്ചത്? പുലി പിടിച്ചിട്ടാണോ? അല്ല, പുലിയെ പിടിക്കാൻ വേണ്ടി അപ്പച്ചൻ കോവിലാറ് നീന്തി പുലിയുടെ പുറകെ പോയതാ. അപ്പച്ചൻ കോവിലാറോ? അങ്ങനെ ഒരു ആറുണ്ടോ? അച്ഛൻ കോവിലാറ് നീന്തി പോയെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ, എന്നിട്ട് പുലിയെ പിടിച്ചോ? പുലിയെ അച്ഛനും പിടിച്ചു, അച്ഛനെ പുലിയും പിടിച്ചു. പുലി അച്ഛനും കൂടെ ആ പുഴയിലുണ്ടായിരുന്ന മുതലയും പിടിച്ചു. അല്ല, അപ്പ അച്ഛൻ്റെ കൂടെ പട്ടിയില്ലായിരുന്നു? ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പാവം കൈസർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അല്ല മണ്ണുണ്ണി, സാധാരണ ഈ കാട്ടി പോയാണോ പുലിയെ വെടിവെച്ച് കൊല്ലുന്നത്? അല്ലാതെ പുലി ലുലുമാളി വരത്തില്ലല്ലോ വെടിവെച്ച് കൊല്ലാൻ. അല്ല, ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിരിക്കട്ടെ, ഈ അച്ഛനെ പോലെ തന്നെ നല്ല ഉന്നമുള്ള ആളാണോ മകനും? അതെന്താ അങ്ങനെ ചോദിച്ചു? അതല്ല, അച്ഛൻ പണ്ട് കണ്ണടച്ചിട്ടേ ഈ മുകളിൽ പോകുന്ന പ്രാവിനെ വെടിവെച്ചിട്ടുണ്ട്. അതുപോലെ കഴിവുള്ള ആളാണെന്ന്. അത് കഴിവുകൊണ്ടൊന്നുമല്ല, മേളിലോട്ട് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെന്താ? കണ്ണിന് തിമിരവാ, കാഴ്ച കുറവാ. ഞാനും പിന്നെ കണ്ണടച്ചൊക്കെ മേളിലോട്ട് നോക്കി വെടിവെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രാവിനിട്ട് കൊണ്ടോ? പ്രാവിനിട്ട് മാത്രമല്ല, താഴെ ഇന്ന് ആടിനിട്ടും പശുവിനിട്ടും, എന്തിന് 2 ആളിന് വരെ വെടിയുണ്ട്. അത് കൊള്ളാം. അതിരിക്കട്ടെ, നിങ്ങൾ എത്ര മക്കളാ? 2. 2 പേരും വേട്ടക്കാരാണോ? അല്ല, ഒരാൾ ഓട്ടോക്കാരനാണ്. ഓട്ടക്കാരനോ? ടൗണിൽ ഓട്ടോ ഓടിക്കുക. മണ്ണുണ്ണി ഇതുവരെ എത്ര പുലിയെ കൊന്നിട്ടുണ്ട്? അതിന് കൊല്ലാൻ വേണ്ടി പുലി ഇന്നുവരെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടില്ല. ആ, അല്ലെങ്കിൽ പുലി 2 കൈയും പൊക്കി പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് പറയും എന്നെ ഒന്ന് കൊന്നു തരുമോന്ന്. അല്ല, മണ്ണുണ്ണിയാണോ ഇപ്പോഴും അച്ഛൻ്റെ തൊഴിൽ കൊണ്ട് നടക്കുന്നത്? അതെ. കല്യാണം കഴിച്ചാണോ? അച്ഛൻ കല്യാണം കഴിച്ചതുകൊണ്ടാണല്ലോ ഞാനുണ്ടായത്. അയ്യോ, അച്ഛനല്ല, മണ്ണുണ്ണി കല്യാണം കഴിച്ചാണോ? കഴിച്ചതാ. കുട്ടികൾ കല്യാണം കഴിച്ചിട്ടില്ല, കുഞ്ഞുങ്ങളല്ലേ, വളർന്നിട്ട് വേണം പെട്ടാലോചിക്കാൻ. അതല്ല, കുട്ടികൾ എത്ര പേരുണ്ടെന്ന്? 5. 5 കുട്ടികളോ? കുറച്ച് കൂടുതലാ കേട്ടോ. എന്റെ കുറ്റമല്ല, പുലി ചതിച്ചതാ. പുലി ചതിച്ചതോ? ആ, പുലി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി. കുറെ കൊല്ലം നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അങ്ങനെ പറ്റിയതാ.
വല്ലാത്ത ചതിയായിപ്പോയി. ഈ നാട്ടിലിറങ്ങിയ പുലിയെ നമുക്ക് 5 ദിവസം കൊണ്ട് പിടിക്കാൻ പറ്റുമോ? അങ്ങനെ കൃത്യസമയം പറയാൻ പുലി എൻ്റെ അമ്മാവൻ്റെ മോനൊന്നും അല്ലല്ലോ. ഉദാഹരണത്തിന് ഈ ഗ്രാമത്തിൽ പുലി ഇറങ്ങിയിരിക്കട്ടെ, മണ്ണുണ്ണി എങ്ങനെയാണ് അതിനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതൊരു സീക്രട്ടാ. വേട്ടയുടെ രഹസ്യം പുറത്തു പറയാൻ പാടില്ലെന്നാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലും പറയാം, എല്ലാ ദിവസവും രാത്രി പുലി വരുന്നത് നോക്കി ഉറക്ക വിളച്ചിരിക്കണം. മണ്ണുണ്ണി ഉറക്കളച്ചിരിക്കുവോ? ഞാനല്ല, നിങ്ങൾ. ഞാൻ പോയി കിടന്ന് തുടങ്ങും. പുലി വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. എന്നിട്ടൊരു ആടിനെ മരത്തെ കെട്ടിയിടണം. പുലി വരും. പുലി ആടിനെ കാണും. ആടിനെ കണ്ട പുലി ആടിൻ്റെ മേത്തേക്ക് ചാടി വരും. ഈ സമയം നിങ്ങൾ എന്നെ വന്ന് വിളിക്കണം. അപ്പം ഞാൻ എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കട്ടൻ പിടിയൊക്കെ വലിച്ച് ഒരു കട്ടൻ ചായ ഇട്ട് എൻ്റെ തോക്ക് തപ്പിയെടുത്ത് ഞാൻ പതുക്കെ വരും. പിന്നെ ചെന്നിട്ട് എന്തിനാ? ആട് കിടന്നത് കൂടെ പോലും കാണുകയില്ല. അത് വിഷമിക്കണ്ട, അതിന് വേറൊരു മാർഗമുണ്ട്. പിറ്റേ ദിവസം നമ്മൾ ആടിനെ കെട്ടുന്നില്ല. പുലി ആടുണ്ടെന്ന് കരുതി വരും. ആടിനെ കാണാതെ പുലി ഇങ്ങനെ ചമ്മി നിൽക്കും. ആ സമയം ഞാൻ തോക്കെടുത്ത് പുലിയുടെ കാല വെടിവെക്കും. എന്തിനാ കാലിന് വെടി വെക്കും? തലയ്ക്ക് വെടി വെച്ചാൽ പോലെ? കാല വെച്ചാലേ തലയ്ക്ക് കൊള്ളത്തുള്ളൂ. രാത്രി ആയിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണത്തില്ല. എൻ്റെ ദൈവമേ. അല്ല, ആദരിക്കട്ടെ, നിങ്ങൾ ഈ പട്ടിയെ കൂടെ കൊണ്ടു നടക്കുന്നതേ ഒരു സഹായത്തിന് വേണ്ടിയാണോ? അതിനൊന്നുമല്ല. കഷ്ടകാലത്തിലെങ്ങാനും പുലിയുടെ മുമ്പിൽ പെട്ട പുലി ആദ്യം പട്ടിയെ തിന്നുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് ഓടി രക്ഷപ്പെടാം. അതൊരു ബുദ്ധിയാ. ഈ പുലികൾ എന്തിനാ ഈ കാട്ടി നാട്ടിലേക്ക് വരുന്നത്? നമ്മളെന്തിനാണ് നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്? അല്ല, അതിപ്പോ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുണ്ട്. അതുപോലെ തന്നെ പുലിക്ക് കാട്ടിൽ നിൽക്കാൻ പറ്റാതാകുമ്പോഴാണ് അത് നാട്ടിലേക്ക് വരുന്നത്. ഈ പുലി നരഭോജിയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് വളരെ ഈസിയാ, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പുലി വരുമ്പോൾ അതിന് മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്താൽ മതി. നരഭോജിയാണെന്ന് അപ്പം മനസ്സിലാവും. ഈ പുലികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണോ ചെയ്യുന്നത്? അല്ലാതെ പിന്നെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കാൻ പറ്റില്ല. ഒറ്റ പ്രസവത്തിൽ പുലിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടാവും? എനിക്ക് പുലിയുടെ പ്രസവം എടുക്കലല്ല പണി, പുലിയെ പിടിക്കണം. ഒരു മിനിറ്റ്. ഹലോ. അതെ അതെ അതെ. ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ട്. ആണോ? ഓ ശരി ശരി ശരി. ഇപ്പം തന്നെ പറഞ്ഞിട്ടേക്കാം. ഓ ശരി ശരി. മണ്ണുണ്ണി, ഒരു ഉഗ്രം കോളത്തിട്ടുണ്ട്. നമ്മുടെ കൂത്താട് കുളത്ത് പുലി ഇറങ്ങിയെന്ന് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് സർക്കാരിന്ന് വിളിച്ച് പറഞ്ഞത്. എന്റെ കർത്താവ്, ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ തന്നെ പോണം. ഗോൾഡൻ ചാൻസ് ആണ്. പുലിയെ പിടിച്ചാൽ മണ്ണുണ്ണിക്ക് 25,000 രൂപയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. പുലി എന്നെ പിടിച്ചാലോ? 50,000 രൂപ കിട്ടും. പുലിക്കോ? മണ്ണുണ്ണിയുടെ വീട്ടുകാർക്ക്. എന്നാ പോയി നോക്കല്ലേ. അങ്ങനെയെങ്കിലും വീട്ടുകാർക്കൊരു ഗുണം ഉണ്ടായാലോ. പ്രാർത്ഥിക്കണം. പുലിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. എന്നാ ഞാൻ പോയിട്ട്. പ്രിയമുള്ളവരുടെ, നമ്മുടെ സാഹസികനായ മണ്ണുണ്ണി ഇതാ പുലിയെ പിടിക്കാൻ വേണ്ടി കൂത്താട്ടുകുളത്തിന് പോയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ദൗത്യം വിജയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഫേസ് ടു ഫേസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഫേസ് ടു ഫേസിൽ പുതിയൊരു അതിഥിയായിട്ട് കാണാം. ഒരു മിനിറ്റ്. ഹലോ. അതെ അതെ. എത്തിയോ? പിടിച്ചോ? ഇത്ര പെട്ടെന്നോ? മണ്ണുണ്ണിയെ പിടിച്ചെന്നോ? പുലിയോ? ശരി ശരി. ഫേസ് ടു ഫേസ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദുഃഖകരമായ വാർത്ത കൂടിയുണ്ട്. പുലിയെ പിടിക്കാൻ പോയ മണ്ണുണ്ണിയെ പുലി പിടിച്ചു. നാളെ അദ്ദേഹത്തിൻ്റെ ശവമടക്കാണ്. എല്ലാവരും പറഞ്ഞു. നന്ദി, നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിലേക്ക് സ്വാഗതം. 14 ജില്ലകളിലെ പൊളിറ്റീഷ്യന്മാർ പങ്കെടുത്ത ഈ മത്സരത്തിലെ ഫൈനൽ റൗണ്ടാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഫൈനൽ റൗണ്ടിലെത്തിയ ടീം അംഗങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. പുതുപ്പള്ളിയിൽ നിന്നും ടീം ലീഡർ തൊമ്മൻചാണ്ടി സാർ. നെക്സ്റ്റ് ടീം ആലപ്പുഴയിൽ നിന്നും ശ്രീ അച്ചുമാമ. നെക്സ്റ്റ് ടീം പാലായിൽ നിന്നും ടീം ലീഡർ കെ എം മണി. ഇന്ന് ഈ ഫൈനൽ മത്സരത്തിൽ വിധി നിർണ്ണയിക്കുവാൻ എത്തിയ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ശരത് ജി. മത്സരം ആരംഭിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് സോളോ റൗണ്ട്. സോളോ റൗണ്ടിൽ ആദ്യമായി മത്സരിക്കാൻ എത്തുന്നു പുതുപ്പള്ളിയിൽ നിന്നും ടീം ലീഡർ ശ്രീ തൊമ്മൻചാണ്ടി. നമസ്കാരം. 40 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് രാഗമില്ല, താളമില്ല, പിച്ചൗട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
ഏഷണിക്കാർക്കുള്ള ശക്തമായ മറുപടിയാണ് എൻ്റെ ഈ ഫൈനൽ പ്രവേശനം. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മത്സരത്തിൽ കിട്ടുന്ന തുക, ജയിച്ചു കിട്ടുന്ന തുക പുതുപ്പള്ളിയുടെ വികസനത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ ഫൈനലിൽ 1ാം സമ്മാനം നിങ്ങളുടെ പുതുപ്പള്ളി ടീം തന്നെ കരസ്ഥമാക്കും. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കുഞ്ചും വളയിട്ട് കൈകൊട്ട്, കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കുഞ്ചും വളയിട്ട് കൈകൊട്ട്, താനാരോ തന്നാരോ തര താനാരോ തന്നാരോ. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങനെ ഫൈനലിൽ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാറിന്റെ ടീമാണ് ഇന്ന് ആദ്യമായി പാടേണ്ടത്. റെഡിയാണല്ലോ അല്ലേ? ഞാൻ റെഡിയാ, പക്ഷെ ടീമിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. അതെന്താ സാർ? മൊത്തം 4 പേരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ 40 ഗ്രൂപ്പും അതിന്റെ ഘടകകക്ഷികൾ വേറെയുണ്ട്. സാർ അവരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ അവരെല്ലാം കൂടെ എന്നെയാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ മത്സരിക്കാൻ സാറിന്റെ ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? അതിപ്രശസ്തനായ ഒരു ഗായകനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തലമുറകളായിട്ട് സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. പണ്ട് സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന ഒരു ചക്രവർത്തിയായിരുന്നു. ഇടക്കാലത്ത് കുറച്ച് കുഴുത്തുരുമ്പ് കൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ട് മാറേണ്ടി വന്നു. പലരുടെയും അടുത്ത് അദ്ദേഹം സംഗീതം പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷെ ആ ഗുരുക്കന്മാരൊക്കെ അവസാനം കുരുക്കന്മാരായി മാറിയപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ കീഴിൽ തന്നെ സംഗീതം പഠിക്കാൻ എത്തി. ഇപ്പോൾ നല്ല ശ്രുതിശുദ്ധമുള്ള ഒരു പാട്ടുകാരനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. നല്ല സാധകമൊക്കെ ചെയ്ത് പ്രതീക്ഷയുള്ള ഒരു ഗായകനാണ് ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹം. അദ്ദേഹത്തെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഗായകൻ കെ ചുരുളീധരൻ. എന്താ സാർ? ഞാൻ ചോദിച്ചത് എന്താ സാർ? ഞാൻ കാല് പിടിച്ചതാണ്. വരവും ഭാവവും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കാല് വാരാമെന്നോ. സാർ എന്നെ അനുഗ്രഹിക്കണം. പിന്നെന്താ, നന്നായി വരും. സാറേ, ഒരു വിവരമില്ലല്ലോ. ആർക്കെനിക്കോ? സാറിനല്ല, സാറിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലെന്നാ പറഞ്ഞേ. പണ്ട് ടി വിയിലൊക്കെ നിറഞ്ഞു നിന്ന ആളല്ലേ. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ വട്ടിയൂർക്കാവിൽ കൊണ്ട് നിർത്തി വെട്ടിലാക്കിയിരിക്കല്ലേ. അപ്പോ വട്ടിയൂർക്കാവിൽ നിൽക്കാലെന്ന് പറഞ്ഞാ പോരായോ? അങ്ങനെ പറഞ്ഞേനെ, പക്ഷെ അങ്ങനെ പറഞ്ഞാ ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ ഇരിക്കേണ്ടി വരും. സോളോ റൗണ്ടിൽ താങ്കൾ ഏത് പാട്ടാ പാടുന്നത്? ഞാൻ കൈ വെച്ചാ പാടുന്നത്. കൈവച്ചല്ലോ മോനെ പാട്ട് പാടുന്നത്, വാവച്ചല്ലേ? അത് തന്നെ, വാവച്ച കൈവച്ചു പാടും. കൂട്ടാ, കൈ ഇങ്ങനെ വെച്ച് പാടിയാലേ ശബ്ദം അങ്ങനെ വെളി വരുന്നേ. അതല്ല പറഞ്ഞത്. അതായത് ഞങ്ങളുടെ ചിഹ്നം എന്ന് പറയുന്നത് കൈയാണല്ലോ, കൈപ്പത്തി. അപ്പൊ ആ കൈ വെച്ചുള്ള പാട്ട് ഇയാൾ വാ വെച്ച് പാടും. അതാ ഉദ്ദേശിച്ചത്. മറ്റേ സാധനം വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നാ പോരാ, മൂള വേണം, മൂള. നിങ്ങളുടെ ചിഹ്നം കൈപ്പത്തിയായത് നന്നായി. കൈത്തെറിയായിരുന്നെങ്കിൽ തെറിയിലല്ലേ തുടങ്ങൂ. നിങ്ങൾ തെറിയില് പാടുന്നല്ലേ ഉള്ളൂ, നിങ്ങൾ പറയുന്നത് മുഴുവൻ തെറിയല്ലേ. ഇന്ന് സാറ് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ കൈത്തൊട്ട് താളം തൊട്ടുന്ന ഫേമസ് സോങ് ആണ് പാടാൻ പോണത്. കൈത്തൊടി താളം തൊട്ടല്ല, കൈത്തൊടി താളം തട്ടി. അത് തന്നെ. അപ്പം നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. കൈത്തുടി താളം തട്ട്, മേളമിട്ട്, വാ പെൺകിളി. കൈ തുടി താളം തട്ടി തേയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർച്ചെണ്ടും കൊണ്ടേ വാ ആൺകിളി.
അമേസിംഗ്, മാർവലസ്, ഫാന്റാസ്റ്റിക്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ അനാവശ്യം മുഴുവൻ കേൾക്കേണ്ടി അയ്യോ സാർ, ഞാൻ ഉദ്ദേശിച്ചത് പാട്ട് നന്നായിന്നാ. ഓ അതാണോ? ഞാൻ വിചാരിച്ചത് ഞങ്ങളെ ചീത്ത വിളിച്ചതാണ്. ഇംഗ്ലീഷ് പഠിക്കാത്തതിന്റെ കുഴപ്പം. നമുക്കിനി ജഡ്ജസിന്റെ അഭിപ്രായം കേൾക്കാം. ശരത് സാർ. മോനെ പാട്ടൊക്കെ നന്നായിരുന്നു കേട്ടോ, പക്ഷെ താഴേക്ക് വന്നപ്പോ എവിടേക്കോ പോയി. അതിന് അയാള് താഴേക്ക് മാത്രമല്ലേ വന്നിട്ടുള്ളൂ, മുകളിലോട്ട് പോയിട്ടില്ലല്ലോ. മോനെ പല്ലവി കഴിഞ്ഞോ മോൻ എന്ത് പറ്റി? അത് ചുണ്ടില് വെള്ളം കിട്ടാത്ത പോലെ തോന്നി സാർ. ഇങ്ങനെ പാടിയാൽ പച്ച വെള്ളം കിട്ടത്തില്ല. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് ഏത് ചിത്രത്തിലെ പാട്ടാണ്? കല്യാണരാമൻ. രാഗം? ഇത് രാഗമല്ല, ഇതൊരു തരം രോഗമാണ്. രോഗം. എന്റെ അച്ഛമാവ, നിങ്ങൾക്കോ വളർച്ചയില്ല, താഴ്ത്തു പൊക്കൊണ്ടിരിക്കുക. അതിപ്പോ വളരുന്ന കുട്ടികളെങ്കിലും മര്യാദയ്ക്ക് പെർഫോം ചെയ്യട്ടെ. എന്ത് കണ്ടാലും വെട്ടി നിർത്തല. എന്നാ രാഗം പറ. കല്യാണി. അതൊരു ബിയറിന്റെ പേരല്ലേ? പാട്ട് കുറച്ചുകൂടെ നന്നാവണമെങ്കിലേ വെളുപ്പിനെ 5 മണിക്ക് വെള്ളത്തിൽ നിന്ന് പാടണം. സാറേ 5 മണിക്ക് തന്നെ വേണോ? ഒരു 10 മണിയായിട്ട് പോരെ, അല്ലെങ്കിൽ ലിവർ പോകും. കൂട്ടാ, മൂക്കറ്റം വെള്ളത്തിൽ നിന്ന് പാടാനല്ല ഞാൻ പറഞ്ഞു കേട്ടോ, കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് പാടാനാ. വെള്ളത്തിൽ മുങ്ങി ചത്തുപോയാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കിനി മാർക്ക് ചോദിക്കാം. മോനെ കൂട്ടാ, മോന്റെ ഈ പെർഫോമൻസിന് ഞാനൊരു 9 മാർക്ക് അങ്ങ് തരുന്നു. വെൽ ഡൺ സാർ, വളരെ നല്ല മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത റൗണ്ടിൽ വീണ്ടും കാണാം. താങ്ക് യു. വാളെടുക്കണം, വലവിരിക്കണം. സോളോ റൗണ്ടിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ വരുന്നു ആലപ്പുഴയുടെ സമരനായകൻ, കരുത്തിന്റെ പ്രതീകം, ശ്രീ അച്ചുമാമ. രാഷ്ട്രീയത്തിൽ വെട്ടിനിരത്തൽ തുടരുന്നു. ഇടക്ക് പിച്ചൗട്ടാണെന്ന് പറഞ്ഞ് PB എന്നെ ഗെറ്റൗട്ട് അടിക്കാറുമുണ്ട്. സാധകം ചെയ്യണം എന്ന പേരിൽ എനിക്ക് പരസ്യ ശാസനയും നൽകാറുണ്ട്. ലച്ചൂരി സാറാണ് എൻ്റെ ഗുരു. ആലപ്പുഴയ്ക്ക് വേണ്ടി ഈ മത്സരത്തിൽ ഞങ്ങൾ 1ാം സമ്മാനം നേടിക്കൊണ്ടു തന്നെ പോകും. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. നമസ്കാരം സാർ. സലാം. സംഗീതത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? സംഗീതം എന്ന് പറയുന്നത് അനന്തസാഗരമാണ്. അതിൽ പകച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ. കൊച്ചുകുട്ടിയാ, പക്ഷെ ആ കുട്ടിക്ക് 93 വയസ്സ് പ്രായമുണ്ടെന്ന് മാത്രം. ഒരു കുട്ടി. സംഗീതം എൻ്റെ ജീവനാണ്. സംഗീതം എവിടെ കേട്ടാലും ഞാൻ ലയിച്ചു പോകും. സംഗീതത്തിലൊക്കെ ലയിച്ചു, വേറെ പാർട്ടിയിൽ ലയിക്കാതിരുന്നാ മതി. ഞാനടുത്തൊക്കെ ലയിക്കാൻ നിൽക്കുന്നതേ തൻ്റെ പാർട്ടിക്കാരുടെ സ്വഭാവമാണ്. സാറിന്റെ ടീമിൽ ആരാണ് ആദ്യം പാടാൻ വരുന്നത്? ഞങ്ങളുടെ ടീമിൽ നിന്നും പാടാൻ വരുന്നത് ഞങ്ങളുടെ പ്രിയ ഗായകൻ, ഞങ്ങളുടെ മൈക്കിൾ ജാക്സൺ, ഞങ്ങളുടെ പോപ്പു ഗായകൻ ശ്രീമാൻ അന്യൻ രവീന്ദ്രൻ. മരവാളം വെളിയിലെ കണ്ണറിയുന്നോളെ താമരത്തിൻ പൂന്തണലിൽ വാടിന സലാം. നന്നായി പാടണം, നാറ്റിക്കരുത്. ഇതിന്റെ പേരിൽ പാർട്ടി ഇന്ന് തരം താഴ്ത്തിയാൽ താഴേക്ക് പോകാൻ ഇടമില്ലടോ. സഖാവ് പേടിക്കണ്ട, ഈ പരിപാടിയിൽ വിജയിച്ചെങ്കിൽ മാത്രമേ ഈ മുടി ഞാൻ മുറിക്കുകയുള്ളൂ ശപഥം ചെയ്തിട്ടുണ്ട്. അപ്പോ താൻ ഈ ജന്മത്ത് മുടി മുറിക്കില്ലെന്നു സാരം. എന്റെ വിധി. അപ്പൊ സാർ പാടിക്കോളൂ. ഇവിടെ ജനകോടികൾ കാക്കും നിങ്ങളിൽ സമരപുളകങ്ങൾ
മാലകൾ ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലെ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലെ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് സാർ, വളരെ നന്നായിട്ടുണ്ട്. നമുക്കിനി ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് കടക്കാം. ശരത് സാർ, പാട്ടൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, പക്ഷെ പാട്ട് പാടി തുടങ്ങിയപ്പോ തന്നെ ഒന്ന് പാളി പോയായിരുന്നു. പാളി തല കറങ്ങിയതുകൊണ്ട് തലയൊന്ന് പാളിയതാ. കാലത്ത് കട്ടൻ ചായയും കട്ടൻ പിടിയും ഒരു പരിപ്പോടെയും കഴിച്ച്. അതല്ല, പാട്ട് പാളി പോയെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പാട്ട് പാളിപ്പോയതല്ല, പാട്ട് അതിന്റെ പാട്ടിന് പോയതാ. നീ പിടിച്ചാ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ശരത് സാർ, മോനെ കൂട്ടാ, മോന് ഞാൻ ഈ പാട്ടിനെ ഒരു 8 മാർക്ക് അങ്ങ് തരുക. നല്ല മാർക്കാണ് സാർ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ വീണ്ടും കാണാം. അടുത്ത പെർഫോമൻസിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പാലാ ടീം ക്യാപ്റ്റൻ ശ്രീ KM മണി. മാണിക്ക് വീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എന്റെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ. എന്റെ പാട്ട് കേട്ട് അസൂയയും വൈരാഗ്യവുമുള്ള പലരും പലതും പറഞ്ഞു നടക്കും. പാട്ടിന് ശ്രുതിയില്ല, താളമില്ല, പിച്ചൗട്ടാണെന്നൊക്കെ പറയും. ആരോഹണത്തിൽ എന്തൊക്കെയോ കയറുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ പാട്ട് എന്ന് പറയുന്നത് ശുദ്ധ സംഗീതമാണ്. അത് നിങ്ങളൊക്കെ പത്രത്തിൽ കൂടെ കണ്ടതാണല്ലോ. ഭരണമാകുമ്പോൾ ശ്രുതി പോകലും അതുപോലെ തന്നെ താളം തെറ്റലും ഒക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് എന്നെ ആരും പിച്ചൗട്ടാക്കാൻ നോക്കണ്ട. ഈ മത്സരത്തിൽ ഞങ്ങളുടെ പാലാ ടീം തന്നെ 1ാം സമ്മാനം നേടും, അത് ഉറപ്പ്. காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணി മണി. നമസ്കാരം സാർ. നമസ്കാരം. മറ്റു ടീമുകളെ കുറിച്ച് സാറിന് അഭിപ്രായം എന്താ? എന്നെ അഭിപ്രായം പറയാൻ, ഇവിടെ ആദ്യം പാടിയ ടീമിന് രാഗമുണ്ട്, രണ്ടാമത് പാടിയ ടീമിന് താളമുണ്ട്. അത് പറയാൻ തനിക്ക് വല്ല ബോധവുമുണ്ടോ? കൂട്ടാ, മോന് ഏത് പാട്ടാ പാടാൻ പോന്നേ? ഞങ്ങളുടെ ചിഹ്നം 2 ഇല ആയതുകൊണ്ട് ഇല വെച്ചുള്ള പാട്ടാണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. അല്ല സാറേ, ഈ 2 ഇല ചിഹ്നം വെക്കാൻ എന്തുവാ കാര്യം? ഒരില ഞാനും ഒരില എന്റെ മോനും. അപ്പൊ കൂടെയുള്ളവരോ? തണ്ട. അവർക്ക് തണ്ടാണെന്നോ? അവർക്ക് തണ്ടാണെന്നല്ല, ഇലയുടെ അടിയിൽ തണ്ടാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആരാണ് സാർ പാടാൻ വരുന്നത്? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ആരെയായിരിക്കും കൊണ്ടുവരുന്നത്? വേറെ ആരെ കൊണ്ടുവന്നില്ലെങ്കിലും എന്റെ മോനെ ഞാൻ കൊണ്ടുവരായിരിക്കുമോ? എന്റെ മോനാണ് ഇന്ന് ഇവിടെ പാടാനായി വരുന്നത്. വിളിക്കട്ടെ മോനെ. നന്നായിട്ട് പാടണം. ഇപ്പോ ഉള്ള ചീത്തപ്പേര് കളഞ്ഞു പൊളിക്കരുത്. എന്നാ പാടുമോനെ. ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി മറഞ്ഞുപോയി ആ മന്ദഹാസം. ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം.
ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആൺകിളിയാക്കത്ത പാടി. മോനെ എന്തു പറ്റി? പ്രാക്ടീസ് കുറവാണോ എന്നാ? അച്ഛന്റെ കേസുമായിട്ട് നടന്നത് കൊണ്ട് സമയം കിട്ടിയില്ല. ഒത്തിരി ഉണ്ടേ, പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഒട്ടും സമയം കിട്ടത്തില്ല. ഇലകൊഴിയും ശിശിരത്തിൽ എന്നുള്ള പാട്ട് അതെന്താ മോനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇലയെല്ലാം കൊഴിഞ്ഞു, ഇപ്പൊ തണ്ട് മാത്രമേ ഉള്ളൂ. മോനെ, മോൻ പാട്ടിൽ ലയിച്ചാണോ പാടിയത്? പാട്ടിലായാലും പാർട്ടിയിലായാലും ഞങ്ങൾ നന്നായിട്ട് ലയിച്ചേ ചെയ്യത്തുള്ളൂ. ഈ പാട്ടിനെ കുറിച്ച് തോമസ് സാർ എന്തു പറയുന്നു? അത് ചോദിക്കാനുണ്ടോ? സത്യത്തിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ കോരി തരിച്ചുപോയി. കണ്ടില്ലേ, രോമം എഴുന്നേറ്റിരിക്കുന്നത് മുള്ളമന്തിയുടെ പോലെ. സാർ എന്തായി പറയണത്? അത് മോശം പാട്ടല്ലേ? അത് എനിക്കറിയാം. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അതേ പിടിച്ചിട്ട് വേണം അയാൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ. എനിക്ക് പറയാം, ഒരു വർഷം കൂടെ എനിക്ക് കടിച്ചു പിടിച്ച് ഇന്നേ പറ്റത്തുള്ളൂ. മെട്രോ റെയിൽ, തൂണ്, അത് ഈ പേര്, എൻ്റെ സ്വപ്നം. ശരത് സാർ, ഇവരുടെ മാർക്ക് എത്രയാണ്? കൂട്ടാ, ഞാൻ ഒന്നും നോക്കുന്നില്ല കേട്ടോ. ഞാനൊരു 8.5 മാർക്ക് ഓനങ്ങ് തരിക. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിൽ അടുത്ത റൗണ്ട് സിറ്റുവേഷൻ റൗണ്ട്. ഈ റൗണ്ടിൽ മാറ്റൊരുക്കുന്നതിനായി തൊമ്മൻചാണ്ടി സാറിനെ ക്ഷണിക്കുന്നു. സാർ, ഇത് ഏത് റൗണ്ട് ആണെന്ന് അറിയാലോ? സിറ്റുവേഷൻ റൗണ്ട് ആണ്. സിറ്റുവേഷൻ റൗണ്ട് ആണെങ്കിൽ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ സാർ? ഞങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം വളരെ മോശമാണ്. എങ്കിൽ നമുക്ക് ഡാൻസ് റൗണ്ട് ആക്കിയാലോ? ഡാൻസ് റൗണ്ട് ആണെങ്കിൽ ഞാൻ കലക്കും. ഏത് പാട്ടാണ് സാർ ഉദ്ദേശിക്കുന്നത്? അത് എനിക്കിന്ന് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. അമേസിംഗ് പെർഫോമൻസ്. മോനെ, പാട്ട് വളരെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ പാടിക്കൊണ്ട് എങ്ങനെയാ മോനെ ഇങ്ങനെ തുള്ളാൻ സാധിച്ചേ? കഴിഞ്ഞ 4 വർഷമായിട്ട് നിലത്ത് നിൽക്കാതെ തുള്ളിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെയാണോ 5 മിനിറ്റിൻ്റെ ഒരു പാട്ടിന് തുള്ളാൻ ബുദ്ധിമുട്ട്? മോനെ, 4ാമത്തെ വരി പാടിയപ്പോഴേ അക്ഷരമൊന്നും പുറത്തു വന്നില്ല, കാറ്റ് മാത്രമേ പുറത്തു വന്നോളൂ. എന്തു പറ്റു കൂട്ടാ? ഞാൻ വിചാരിച്ചു കാറ്റ് ശരിക്കും പോയതായിരിക്കും. അങ്ങനെ പോയാലേ അങ്ങനെയെങ്കിലും എനിക്ക് മുഖ്യമന്ത്രി ആകാമല്ലോ എന്ന് ആഗ്രഹിച്ചു. മോനെ കൂട്ടാ, ആരോപണത്തിൽ എവിടെയോ പോയില്ലേ? എത്ര ആരോപണങ്ങൾ വന്നാലും ഇയാൾ പോകില്ല, കടിച്ചു തൂക്കിക്കിടക്കും. ആരോപണം പോയെന്നല്ല ഞാൻ പറഞ്ഞത്, ആരോഹണം പോയെന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ.
മോനെ ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ മനസ്സിലാക്കി കൂട്ടാ? അത് ഇവിടെ വന്നപ്പോ സെക്യൂരിറ്റി പറഞ്ഞു ലിഫ്റ്റ് കേടാണ്, ഇനി സ്റ്റെപ്പ് കയറുക നിവൃത്തിയുള്ളെന്ന്. അങ്ങനെ ഇടത്ത് കണ്ട സ്റ്റെപ്പ് കയറി ഇങ്ങി പോന്നു. അങ്ങനെയാണ് സ്റ്റെപ്പ് പഠിച്ചത്. അയ്യോ ഞാൻ ഉദ്ദേശിച്ചതേ ആ സ്റ്റെപ്പല്ല, ഡാൻസിന്റെ സ്റ്റെപ്പാ. അത് മൈക്കൽ ജാക്സന്റെ ഡേഞ്ചറസ് എന്ന പാട്ടിൻ്റെ കാസറ്റ് ഇട്ട് 4 ദിവസം അതിവേഗം ബഹുദൂരം ഞാൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. ഇവിടെ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ കോട്ടും വടക്കോട്ടും ഓടുമ്പോൾ അയാൾ മൈക്കിൾ ജാക്സന്റെ ഡാൻസു കളിക്കുന്നു. റോമ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ ഹീറോ ചക്രവർത്തി വീണ വായിച്ചതുപോലെ. അറിയാമെങ്കിൽ പറയരുത്, ഹീറോ ചക്രവർത്തിയല്ല, സീറോ ചക്രവർത്തി. 2 പേർക്കും അറിയില്ലെങ്കിൽ മിണ്ടരുത്. ഇത് രണ്ടും തെറ്റാ. ശരിക്കുള്ളത് ന്യൂറോ ചക്രവർത്തി. മാർക്ക് 3 ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ മാർക്ക് പറയത്തുള്ളൂ കേട്ടോ. ഇത് അവസാന റൗണ്ട് അല്ലയോ? അടുത്ത ടീമിനെ ക്ഷണിക്കുകയാണ്. പാലായിൽ നിന്നും KM മണി. പെർഫോമൻസ് റൗണ്ടില് സാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ വളരെ മനോഹരമായ ചടുലമായ ഒരു നൃത്തം ചെയ്യാൻ പോവുകയാണ്. 오빤 강남 스타일. 강남 스타일. 오빤 강남 스타일. 강남 스타일. 오빤 강남 스타일. Sexy lady. 오빤 강남 스타일. Sexy lady. 성숙해 보이지만 놀 땐 노는 여. വളരെ സൂപ്പർ ആയിരുന്നു സാർ. Thank you. ഇത് ഏതാ രാഗമെന്ന് മോൻ അറിയാമോ? തുടക്കം ഗാന്ധാരത്തിലായിരുന്നു. ഇത് ഗാന്ധാരമല്ല, ഇത് ഇയാളുടെ അഹങ്കാരമാണ്. പിന്നീട് മധ്യമത്തിലായി. പിന്നെയല്ല, ഇത് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാം മധ്യത്തിൽ തന്നെ ആയിരുന്നല്ലോ. ഇയാളെ തരം താഴ്ത്തിയല്ല, ചവിട്ടി താഴ്ത്തിയാ വേണ്ടത്. അടുത്തതായി പെർഫോം ചെയ്യാനായി ഈ വേദിയിലെത്തുന്നു അച്ചുമാമ ആൻഡ് ടീം. ഏത് പാട്ടാണ് സാർ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാടൻ പാട്ടാണ് ഞാനും എൻ്റെ സംഘവും ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സൂപ്പർ. എങ്ങനെ ഈ നാടൻ പാട്ടിന് ഇത്ര നന്നായി ഡാൻസ് ചെയ്യാൻ സാധിച്ചു? ഇത് ഡാൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ഇദ്ദേഹത്തിന് സമനില തെറ്റി ഏതാണ്ട് അപസ്മാരം വന്നതാണ്. ഏതാ രാഗം? ദർബാർ രാഗം. എന്ത് പറ്റി സാർ? മോനെ ഇത് നാടൻ പാട്ടല്ലേ, പക്ഷെ ഈ നാടൻ പാട്ടിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ കോലങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നല്ലോ 2 കോലങ്ങൾ. ഇവിടെയല്ല,
അവിടെ കെട്ട് മണി മണി കാശ് പണ കെട്ട് മണി മണി കാശ് പണം സ്വരസ്ഥാനം പോയി. ആദ്യം തന്റെ സ്ഥാനം പോകാതെ നോക്കേ. കെട്ട് മണി മണി കാശ് വല്ല കാര്യം ഉണ്ടായിരുന്നു വെറുതെ മേടിച്ചു കൂട്ടാനേ. കൊട പിടിച്ച് നൈറ്റില് പറക്ക പോറ ഐറ്റില് പാട്ടിന്റെ തുടക്കം പഴച്ചു, ഒടുക്കം നേരത്തെ പഴച്ചില്ല, പിന്നെ ഇടയ്ക്കും പഴച്ചു. ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ പഴച്ചു. ഒരു പഴച്ച പാട്ട. അപ്പോ തന്റെ ഭരണം പോലെ കണക്കിന് കിട്ടിയല്ലോ. ഇന്നത്തെ ഫൈനലിൽ 3 ടീമുകളും വളരെ ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇനി വിധി നിർണയത്തിനായി ശരത് സാറിനെ ക്ഷണിക്കുന്നു. സുഖമാണോ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം കേട്ടോ. മോനെ, ഇവിടെ പെർഫോം ചെയ്ത എല്ലാ ടീമും ഉഗ്രനായിരുന്നു. ആർക്കും 1ാം സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. എന്നാലും നമുക്കൊരു 1ാം സമ്മാനം കൊടുത്തല്ലേ പറ്റൂ അണ്ണാച്ചി. അതുകൊണ്ട് ആദ്യം നമുക്ക് 3ാം സമ്മാനം അങ്ങ് കൊടുക്കാം. ഇന്ന് 3ാം സമ്മാനം കിട്ടിയിരിക്കുന്നതേ അച്ചുമാമൻ ലീഡറായ ആലപ്പുഴ ടീമിനാ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഇനി 2ാം സ്ഥാനക്കാരൻ ആരാന്ന് പറഞ്ഞാലേ 1ാം സ്ഥാനക്കാരനെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനേ 1ാം സമ്മാനക്കാരനെ വിളിക്കാൻ പോവാ. 1ാം സമ്മാനം കിട്ടിയത് ഏത് ടീമിനാണെന്ന് അറിയാമോ? എനിക്ക് ആലപ്പുഴയല്ല, എന്റെ പാർട്ടിയിലെ എന്റെ സ്ഥാനമാണ് എനിക്ക് വലുത്. അവിടുന്ന് പുറത്താക്കിയാൽ പിന്നെ പോകാൻ എനിക്ക് വേറൊരു പാർട്ടിയുമില്ല. ഇനി 2ാം സ്ഥാനക്കാരൻ ആരാന്ന് പറഞ്ഞാലേ 1ാം സ്ഥാനക്കാരനെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനേ 1ാം സമ്മാനക്കാരനെ വിളിക്കാൻ പോവാ. 1ാം സമ്മാനം കിട്ടിയത് ഏത് ടീമിനാണെന്ന് അറിയാമോ? പുതുപ്പള്ളി ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീ തൊമ്മൻചാണ്ടി. ഇനിയിപ്പോ 2ാം സ്ഥാനക്കാരൻ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അറിയാം, ഞങ്ങളെ പാലാ ടീമിനല്ലേ, ഒക്കെ മനസ്സിലായി. പക്ഷേ ഈ ചെക്ക് മേടിക്കാൻ ഞാൻ വരുന്നില്ല. എൻ്റെ മകനെ വിട്ട് ഞാൻ മേടിപ്പിക്കും. കാരണം ഈ ചെക്ക് മേടിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു കോഴ വാങ്ങിയെന്നുള്ള വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മണി മണി കാശ് പണം കെട്ട് മണി മണി കാശ് പണ കെട്ട് മണി മണി കൊട പിടിച്ച് നൈറ്റില് പറക്ക പോற ഐറ്റില് തല കാല് പൊറിയല തല കീഴാ നടക്കുന്ന. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. നിങ്ങളുടെ അക്കമഴിഞ്ഞ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഫൈനലിലെത്താൻ സാധിച്ചതും വിജയിക്കാൻ സാധിച്ചതും. അതിന് ഒത്തിരി ഒത്തിരി നന്ദി. അതെ സാറേ, ഒരു നിമിഷം. സാറ് ഈ തുക എന്ത് ചെയ്യാൻ പോണെന്നാ പറഞ്ഞത്? അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ. ഈ കിട്ടുന്ന തുക പുതുപ്പള്ളിയുടെ വികസനത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുമെന്ന്. അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതെ, പുതുപ്പള്ളി തന്നെയാ പറയാൻ പോകുന്നത്. ആ പള്ളിയിലല്ല. പിന്നെ ഈ തുക ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ മോക്ഷം കിട്ടാനല്ല ഈ പണിക്കൂടെ വന്നത്. ഈ തുക കൃത്യമായിട്ടും തുല്യമായിട്ടും ഭാഗിച്ചേ പറ്റൂ. അത് നടക്കത്തില്ല. അത് നടക്കത്തില്ല. അണ്ണാച്ചി എങ്കിൽ ഈ തുക പാലയുടെ വികസനത്തിൽ ഉപയോഗിക്കും. ഉറപ്പായിട്ടും. ലീഡറുടെ മോനാണ് വീട്ടിലേക്ക്
കണ്ടില്ലേ, നാടിന്റെ വികസനത്തിന് വേണ്ടി കിട്ടിയ പണത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന വേക്കൂത്ത്. ഇത് തന്നെയാണ് ഇവരുടെ മന്ത്രിസഭയും. അല്ല പിന്നെ ആ പുതുപ്പള്ളിയുടെ വികസനത്തിന് കിട്ടിയ ചെക്ക് എവിടെ? അപ്പൊ പാലടയോ? അപ്പൊ അവിടുത്തെ വികസനം? നാരായണം ഭജേ നാരായണം. അപ്പൊ സാറ് ഈ ക്യാഷ് ആലപ്പുഴയുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കോ? തീർച്ചയായും. സംശയമെന്ത്? എന്റെ പാർട്ടിക്കാരും പണത്തിനു വേണ്ടി തല്ലുകൂടുന്നവരല്ല. അല്ല, ഞാൻ ഈ പണം ആലപ്പുഴയുടെ വികസനത്തിന് തന്നെ തന്നെ ഉപയോഗിക്കും. സാറേ, അത് നടക്കില്ല. അതെന്താ? PB-ന്ന് ക്ലച്ചൂരിയുടെ ഫോൺ ഉണ്ടായിരുന്നു. ഈ തുക പാർട്ടി ഫണ്ടിലേക്ക് ഇടാനാണ് അവര് പറഞ്ഞേക്കണത്. ഇല്ലെങ്കിൽ സഖാവിനെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതിന്റെ പേരിൽ ഇതിനകത്ത് കിട്ടേ. അല്ല സാറേ, സാറല്ലേ പറഞ്ഞത് ആലപ്പുഴയുടെ വികസനത്തിനായിട്ട് ഇത് ഉപയോഗിക്കുന്നു? എനിക്ക് ആലപ്പുഴയല്ല, എന്റെ പാർട്ടിയിലെ എന്റെ സ്ഥാനമാണ് എനിക്ക് വലുത്. അവിടുന്ന് പുറത്താക്കിയാൽ പിന്നെ പോകാൻ എനിക്ക് വേറൊരു പാർട്ടിയുമില്ല. അപ്പൊ വികസനം? നാരായണം പച്ചേ നാരായണം പച്ചേ നാരായണം പച്ചേ നാരായണം. എന്റെ ഈശ്വര, ഇങ്ങനെ പോയാൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത് പിന്നെ പറയാനുണ്ടോ മോളെ? നാരായണം ഭജേ നാരായണം ഭജേ നാരായണം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കവലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. പാട്ട് കഴിഞ്ഞോട്ടാ. അച്ഛന്റെ കേസുമായിട്ട് നടക്കുന്നതായതുകൊണ്ട് സമയം കിട്ടിയില്ല. അച്ഛന്റെ കേസുമായിട്ട് നടന്നതുകൊണ്ട് സമയം കിട്ടിയില്ല. വളരെ സൂപ്പർ ആയിരുന്നു സാർ. വളരെ സൂപ്പർ ആയിരുന്നു സാർ. അത്ര റേഞ്ച് പറയണ. റെഡി, ആക്ഷൻ. അല്ല, എത്ര അതാണ് നമുക്കൊരു പരിധി ഉണ്ടെന്നേ. ഇത് ഒരു ഡയലോഗിനോട് വേദന എടുക്കണം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് അത് എനിക്ക്